പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെ വീട്ടിൽ വണ്ടിയുടെ ഓണടി കേട്ടപ്പോൾ അവരെല്ലാവരും വന്ന് നോക്കുമ്പോൾ നന്ദുവിനെയും കൊണ്ട് അനിയും അതുപോലെ തന്നെ ആദർശം കയറി വരുന്നുണ്ടായിരുന്നു. നന്ദുവിനെ കണ്ട വഴിക്ക് നയന ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടെ കരയുന്നൊക്കെ ഉണ്ട്. എന്താ ഉണ്ടായത് മോനെ, എന്താ സംഭവിച്ചതെന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു കൂട്ടം ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയതാണ്, ഭാഗ്യത്തിന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വേദനയ്ക്കുള്ള മരുന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയും പറയുന്നുണ്ട് തലയ്ക്ക് അടി കിട്ടിയെങ്കിലും പൊട്ടിയൊന്നും ഇല്ല അച്ഛാ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അടി കിട്ടിയത് കൊണ്ട് ബോധം പോയി, അതുകൊണ്ടാണ് അവർക്ക് എന്നെ പിടിച്ചു കെട്ടാൻ പറ്റിയതെന്ന് പറഞ്ഞു. എന്താ ആരാ എൻ്റെ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വെച്ചപ്പോൾ സംശയം എന്ത്, അതെൻ്റെ ഭാര്യയും അവൾ അച്ഛനും അമ്മയായിരിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അനാമികനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താനാവില്ല എന്ന് പറയുന്നത് നമുക്ക് അറിയില്ലല്ലോ എന്ന് നയന പറയും. അറിയാൻ എന്തിരിക്കുന്ന ഏട്ടത്തി, അന്ന് ഇവിടെ വന്നതും അവളെ പിടിച്ച് തള്ളിയില്ലേ, പിന്നെ ആ മാതിരി നന്ദു ചവിട്ടി കൂട്ടുകയും ചെയ്തില്ലേ, അതുകൊണ്ടൊക്കെയുള്ള പകരം വീട്ടിൽ തന്നെയാണിത്, വേറെ ഒന്നും അല്ല എന്ന് പറയും. എടാ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിന്നോട് പറയുന്നത് അവളെ സ്നേഹിച്ചാൽ ഒരു പക്ഷേ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നീ അവളെ സ്നേഹിക്കാത്തടത്തോളം നീയും നന്ദും തമ്മിൽ അടുപ്പത്തിലിടുന്ന അവൾ വിചാരിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നെ സ്നേഹിക്കാത്ത ഒരാളെ എനിക്ക് വേണ്ട, നിങ്ങൾ എന്നെ അതിനെ നിർബന്ധിക്കുകയും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിതം അടുത്തതുപോലെ എന്നൊക്കെ പറഞ്ഞ് അതിന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ആദർശം പറയുന്നുണ്ട് നയനോടൊക്കെ സത്യങ്ങൾ അറിഞ്ഞ സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല, അത് നിങ്ങളുടെ തെറ്റ്. അല്ലായിരുന്നെങ്കിൽ നന്ദു അനിയുടെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിലും അനാമികനെ പോലെ ഒരു പെണ്ണിനെ അനിയുടെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരില്ലായിരുന്നത്, മുളയിലെ നുള്ളിയേനെ എന്നൊക്കെ പറഞ്ഞു ആദർശം അവിടുന്ന് പോകും. വീണ്ടും നയന നന്ദുവിനെയും കൊണ്ടകത്തേക്കും പോകും. ജ്യോത്സ്യം പറഞ്ഞതൊക്കെ സത്യമാവോ ഗോവിന്ദേട്ടാ എന്ന് കനക ചോദിക്കുമ്പോൾ സത്യമാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് ഗോവിന്ദൻ പറയും. അല്ല ആ ജ്യോത്സ്യൻ അത്രയ്ക്ക് കറക്റ്റായിട്ടാണ് പറഞ്ഞത്, കല്യാണം കഴിഞ്ഞാലും ആ പയ്യൻ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മോളുടെ അരികിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കനകയെന്ന് പറഞ്ഞ് അയാളും പോവും. പിന്നെ കാണിക്കുന്നത് അനാമിക അങ്ങോട്ട് ഉറഞ്ഞു തൊള്ളുകയാണ്. ഹോട്ടലിൽ അവൻ്റെ കൂടെ അവൾ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല, ആ കാഴ്ച കണ്ടിട്ട്. ചത്ത അവളെ കാണാൻ പോയതെന്ന് ഇനിയിപ്പോൾ എന്നിട്ട് ഇങ്ങനത്തെ ഒരവസ്ഥയായി. അച്ഛനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, അച്ഛൻ പണ്ടത്തെ അച്ഛനല്ല, എൻ്റെ സ്വർണവും പോയി, ഇല്ലാത്ത കാശുണ്ടാക്കി അവർക്ക് കൊടുക്കുകയും ചെയ്ത്, അത് മോളെ അവളെ കെട്ടി തൂക്കി നിട്ടേക്കണ ഫോട്ടോ നമുക്ക് കാണിച്ചു തന്നതല്ലേ എന്ന് പറയും. അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, അവൾ രക്ഷപ്പെട്ടു പോയില്ലേ, ഇപ്പം എൻ്റെ സ്വർണം അതിനു വേണ്ടി ഞാൻ നശിപ്പിച്ച് കളഞ്ഞു, അവളെ എന്ത് ചെയ്യാൻ നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ എന്നൊക്കെ പറയുന്നു. ഇനിയിപ്പോൾ അവൾ അവനെയും കൊണ്ട് ഹോട്ടലിലേക്ക് എങ്ങനെ പോയെന്ന് രേവതി ചോദിക്കും. അതും കൂടെ നമുക്ക് നോക്കായിരുന്നു എന്ന് പറയും. എന്തിന്, അല്ല അങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മോളുടെ താലിക്ക് ഒരു ബലം ഇല്ലാണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ താലിക്ക് ഭയങ്കര ബലമല്ലേ, ബെഡ്റൂമിൽ ഞാനുണ്ടെന്ന് പോലും അവൻ ചിന്തിക്കാറില്ല, പിന്നല്ലേ അങ്ങനത്തെ ഒരുത്തനാണ് അവൻ എന്നും പറയും. ഇനി എന്ത് ചെയ്യും, എന്തായാലും മോള് തൽക്കാലം അവളുടെ മുന്നിലൊന്നും ചെന്ന് ചാടണ്ട എന്ന് പറയും. അതെന്താന്ന് ചോദിക്കും. അവൾക്കറിയാം നമ്മളാണ് ഇതിൻ്റെ പിന്നിലെന്ന്, അതുകൊണ്ട് തന്നെ മോളെ എടുത്തിട്ട് അടിക്കും അവൾ എന്ന് പറഞ്ഞപ്പോൾ അനാമിക വീണ്ടും പേടിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾ വന്ന് അങ്ങനെയാണെങ്കിൽ എന്നെ മാത്രമല്ല നിങ്ങളെയും അവൾ ശരിയാക്കും. കാരണം ഒറ്റയ്ക്ക് 1 2 3 4 പേര് അവൾ ശരിയാക്കും, അത്രയ്ക്ക് കഴിവുണ്ട്, ഞാൻ അവളെ കഴിവ് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അനാമികയെ അവരെയും പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കാണിക്കുന്നത് അനന്തപുരിയിൽ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ദേവയാനി മാത്രം ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മുകളിൽ. നയനയുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നത്, നയന മോള് നിന്നെ സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവൾ മാറിക്കില്ല, അവൾ അങ്ങനത്തെ പെൺകുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. എന്താ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് ആദർശ് വരും. ആദർശ് വന്നിട്ട് ചോദിക്കും, എല്ലാവർക്കും ആത്മാഭിമാനമൊക്കെ ഉണ്ട് അമ്മയെന്ന് പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. അല്ല ഞാൻ പറഞ്ഞതാണ്, അമ്മ വിളിക്കാതെ നയന വരില്ല എന്ന് തീർത്ത് പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് അവൾ വരികയും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം നീ അനുസരിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും. മരുമോളുടെ മുന്നിൽ ഞാൻ കുമ്പിടണല്ലേ എന്നൊക്കെ ചോദിക്കും. അമ്മ പറഞ്ഞ കാര്യം ഞാൻ എന്തനുസരിക്കാണ്ടിരുന്നിട്ടുള്ളതെന്ന് ചോദിക്കും. എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കാണിച്ചു തന്നോ, അവൾക്കായി 50 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തിട്ട് അത് കൊടുത്തോ, അവരത് മേടിച്ചിട്ട് പോലില്ല എന്ന് തോന്നുന്നു, അവർക്ക് അങ്ങനെയൊന്നും ഇഷ്ടമില്ല അമ്മയെന്ന് പറയും. അവരിവിടെ സ്ഥലത്തില്ല, ഇല്ലെങ്കിൽ അവർ അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് കൊടുക്കുന്നുള്ളപ്പോൾ അതൊന്നും അവർ സമ്മതിക്കില്ല, അക്കൗണ്ട് നമ്പർ ഒന്നും തരില്ല. എന്നാൽ കുട്ടിയുടെ ഭർത്താവിനെ നീ വിളിക്കാൻ പറയും. അങ്ങനെ ആദർശം നിവർത്തില്ലാണ്ടായപ്പോൾ ഫോൺ എടുത്ത് വിളിക്കും. ഈശ്വര ഞാൻ എന്നെ തന്നെ എങ്ങനെ വിളിക്കുന്നു ചോദിക്കും. എന്നിട്ട് പറയും കിട്ടണില്ല അമ്മ, ഔട്ട് ഓഫ് കവറേജ് ഏരിയയ്ക്കും പറയുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെയാണോ പറയാന്നൊക്കെ ചോദിക്കും. എന്തായാലും നോക്കട്ടെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമോ എന്നും പറഞ്ഞ് ആദർശം അവിടെ നിന്ന് വേഗം മുങ്ങുന്നുണ്ട്. അതിനുശേഷം അനിയോട് പറയുന്നുണ്ട് ഇത് രക്ഷയില്ല, നയനാണെങ്കിൽ അമ്മ വിളിക്കാണ്ട് വരികയില്ല, അമ്മ നയനനെ വിളിക്കുകയില്ല, സത്യങ്ങളൊന്നും അറിയാത്ത നിലയ്ക്ക് അമ്മ ഒരിക്കലും വിളിക്കില്ല എന്നറിയപ്പോൾ നവ്യം പറയുന്നുണ്ട്
അമ്മായി വിളിക്കാണ്ട് അവൾ വരില്ല എന്നാണ് തീർത്ത് പറയണത്. ഇനി എന്ത് ചെയ്യും? എന്നാൽ പിന്നെ സത്യങ്ങളൊക്കെ അമ്മനോട് പറയേണ്ടി വരുമോ ഏട്ടാന്ന് അനിയും ചോദിക്കും. ചിലപ്പോൾ വേണ്ടി വരുമെന്ന് തോന്നുന്നു. എല്ലാവരും കൂടെ അമ്മായി വല്യമ്മനെ ചതച്ചു എന്ന് പറഞ്ഞാൽ വല്യമ്മ സഹിക്കില്ല എന്ന് പറയും. ആ കരൾ പോലും വേണ്ടാന്ന് വെക്കും. അങ്ങനത്തെ ഒരാളാണ് വല്യമ്മ എന്നൊക്കെ പറയും. എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? നയനേനെ അമ്മയ്ക്ക് കരൾ തന്നേന്ന് അങ്ങനെ അറിഞ്ഞാൽ അമ്മനെല്ലാവരും കൂടെ ചതിച്ചെന്നൊക്കെ വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ആദർശം അത് തന്നെ പറയുന്നു. അവളവിടെ നിൽക്കട്ടെ എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവയാനി അങ്ങോട്ട് കടന്നു വരും. ചേട്ടാ അതേ വല്യമ്മ എന്ന് പറയും. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് പറയും. നവ്യ പറയും നയനനെ പോയി വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യം പറയുന്നെന്ന് പറയും. അവൻ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ നയനനെ എന്ന് പറയും. അമ്മ വിളിക്കാണ്ട് അവൾ വരുന്നതല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ അവളുടെ മുന്നിൽ ഞാൻ താഴണോ അല്ലേ നിനക്ക്? എൻ്റെ മുന്നിൽ അവൾ താഴുന്നത് നിനക്ക് ഇഷ്ടമില്ലല്ലേ എന്നൊക്കെ ചോദിക്കും. അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട ബായോ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ആദർശ് അമ്മനെ വിളിച്ച് വീണ്ടും അകത്തേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് ഡോക്ടറിന് അനന്തമൂർത്തി സാറിൻ്റെ രോഗം പൂർണ്ണമായും മാറിയെന്നുള്ള സന്തോഷ വാർത്തയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ഈ രഹസ്യം നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഞെട്ടാണ്. അതെന്താ സാർ അങ്ങനെ? സന്തോഷ വാർത്ത എല്ലാവരും അറിയേണ്ടതല്ലേ? അറിയണ്ട. എനിക്ക് ഈ രോഗമുള്ളത് കൊണ്ടാണ് കുറച്ചൊക്കെ വീട്ടിൽ സമാധാനം ശാന്തിയും ഉള്ളത്. എന്തായാലും പുറമെയുള്ള വീടുകളെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വീട് ഭേദമാണെങ്കിലും കുറച്ചും കൂടെ ആൾക്കാരുണ്ട് എൻ്റെ മരണം കാണാനും സ്വത്ത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും കൂടെ ആ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവരം നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയരുതെന്ന് പറയും. അങ്ങനെ ഡോക്ടർ ശരി സാറിൻ്റെ ഇഷ്ടം, സാർ അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെ തന്നെയെന്ന് പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഡോക്ടറെ അടുത്ത് പോയിട്ട് അച്ഛൻ്റെ ഒരു വിവരമില്ലല്ലോ മോനെ, നീ ഒന്ന് ഡോക്ടർക്ക് വിളിക്കുന്നു അമ്മ പറയുന്നുണ്ട് ജയനോട്. അങ്ങനെ ജയൻ ഫോൺ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് വണ്ടിയുടെ ഓർണടി കേൾക്കും. അങ്ങനെ ആദ്യം അച്ഛൻ വന്നെന്ന് പറയും. അങ്ങനെ എന്ത് പറഞ്ഞു ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാൻ, അദ്ദേഹത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമായി, ആ രോഗത്തിന് എൻ്റെ ശരീരത്തിന് പോകില്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അച്ഛാ ഇത്രയും ടെസ്റ്റുകൾ നടത്തി മരുന്നുകൾ കഴിച്ചിട്ടൊന്നും അച്ഛന് മാറിയില്ലേന്ന് ചോദിക്കും. മുത്തശ്ശിക്ക് എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. ദേവയാനിക്കും പറയുന്നുണ്ട് വീട്ടിലുള്ളവരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലല്ലേ എനിക്കും കുറച്ച് സമാധാനം ഉണ്ടാവുക. മരുന്ന് കഴിക്കണമെന്ന് ശരീരത്തിൽ പിടിക്കണില്ല. നയനമോളുണ്ടായിരുന്നപ്പോൾ പൂജാമുറി അടിച്ച് വൃത്തിയാക്കി എന്നും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചും കോലം വരച്ചും വീട്ടിലെ പണികളൊക്കെ എടുത്തു ഓടി നടന്നിരുന്നൊരു പെൺകുട്ടിയല്ലേ. അവളുടെ സാന്നിധ്യം എന്നെ വല്ലാണ്ട് ആലോസരപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജലജ അങ്ങോട്ട് പറഞ്ഞു കിളവന് ഇനിയിപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വരാണ്ടുള്ള വിഷമമാണ് എന്നിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ശരി. പൂജാമുറിയിൽ മര്യാദയ്ക്ക് വിളക്ക് വയ്ക്കുന്നൊന്നുമില്ല, ആർക്കും അങ്ങനത്തെ ഉത്തരവാദിത്വമൊന്നുമില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഞാനാണ് ഇപ്പോൾ പോയി കഴിഞ്ഞിട്ടൊന്ന് പൊടി തോത്ത് വിളക്ക് വയ്ക്കണേന്ന് മുത്തശ്ശി പറയും. വരുന്നത് പോലെ വരട്ടെ താൻ വായോ എന്നും പറഞ്ഞ് മുത്തശ്ശിനെ വിളിച്ച് മുത്തശ്ശിനകത്തേക്ക് പോകും. അങ്ങനെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നു മലയ്ക്ക് പോയപ്പോൾ 3-4 ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒന്ന് അച്ഛൻ്റെ അസുഖം മാറണമെന്നും, ഒന്ന് ദേവയാനിയും നയനമോളും തമ്മിൽ അടുക്കണമെന്നും. ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് അയാൾ നിരാശയോടെ നിൽക്കുമ്പോൾ പിന്നെ ഇതിപ്പോൾ അച്ഛൻ അവളെ വിളിച്ചുകൊണ്ട് വരാനുള്ള സൂത്രമാണ് ഈ പറയുന്നത്. അപ്പം നിർത്ത് എന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് ചാടിക്കടിക്കും ജലജയോട്. അച്ഛൻ അങ്ങനെ ഇല്ലാത്തതൊന്നും പറയുന്നതല്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹവും അകത്തേക്ക് കയറിപ്പോകും. ഇത് അവളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള സൂത്രമാണ് ഏട്ടത്തി എന്ന് ജലജ നമ്മുടെ ദേവയാനിയോട് പറയുന്ന ഏട്ടത്തിൻ്റെ മനസ്സ് മാറ്റാനുള്ള അച്ഛൻ്റെ സൂത്രമാണെന്നൊക്കെ പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.